പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. വേദനാജനകമായ ഒരു നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോവുക. നമ്മെ ഏറെ സ്നേഹിക്കുന്ന പ്രിയങ്കരനായ ജോസേട്ടൻ ഇന്ന് ശാരീരികമായി നമ്മുടെ ഈ വാളിപ്ലാക്കൽ കുടുംബത്തിൽ നിന്നും നമ്മുടെ പൈസക്കരി ഇടവക സമൂഹത്തിൽ നിന്നും ശാരീരികമായി യാത്ര പറയുമ്പോൾ, അതും ആകസ്മികമായ ഒരു യാത്രയാകുമ്പോൾ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവരുടെ ഇടവക സമൂഹത്തിനും താങ്ങാവുന്നതിലധികം വേദനയും ദുഃഖവും സമ്മാനിച്ചാണ് ഇപ്പോൾ ഈ പ്രിയപ്പെട്ട ജോസേട്ടനെ നമ്മൾ യാത്രയാക്കുക. ജോസേട്ടൻ്റെ വേർപാടിലെ വേദനയിൽ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും ചേച്ചിയോടും മക്കളോടും കൊറോണ കാരണം വരാൻ സാധിക്കാതെ പോയ ബിനു കുടുംബാംഗങ്ങളോടും ഇടവക സമൂഹത്തിനുള്ള ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങളിൽ ഞങ്ങൾ പങ്കുചേരുകയും ചെയ്യുന്നു. നല്ല ദൈവം നിങ്ങളെ ആശ്രയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ജോസേട്ടൻ വളരെ സ്നേഹത്തിൻ്റെ സാന്നിധ്യമായി പുഞ്ചിരിക്കുന്ന മുഖമല്ലാതെ ജോസേട്ടനെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെയും വളരെ സ്നേഹഭാവത്തിൽ ഉറങ്ങുന്ന അതേ വികാര വിചാരത്തിൽ ജീവിത എല്ലാ നന്മകളും മുഖത്ത് തെളിഞ്ഞു നിൽക്കത്തക്ക വിധത്തിലാണ് നമ്മുടെ മുൻപിൽ കിടക്കുക. ജോസേട്ടൻ്റെ എല്ലാ നന്മകളെയും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഇടവക സമൂഹത്തിന്, ഈ ദേശത്തിന്, ഈ ഭവന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളുടെ മുൻപിലും ആദരവോടുകൂടെ ശിരസ് നമിക്കുമ്പോൾ എന്നും ജോസേട്ടൻ നമ്മളിലൂടെ ജീവിക്കുന്ന യാഥാർത്ഥ്യമായി തുടരാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻപിൽ ശിരസ് നമിക്കുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല. എല്ലാം നന്മയ്ക്കായി ഒരുക്കുന്ന നല്ല ദൈവത്തിൻ്റെ നല്ല പദ്ധതിയുടെ ഭാഗമായി കണ്ടുകൊണ്ട് ജോസേട്ടനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അമ്മത്രേസ്യയുടെ വാക്കുകളിൽ മരണം ഉടയവൻ്റെ തലോടലാണ്, ഉടയവൻ്റെ കരങ്ങളിലെ വിശ്രമമാണ്. ജോസേട്ടൻ ഇന്ന് ഉടയവൻ്റെ കരങ്ങളിൽ വിശ്രമിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ ജോസേട്ടൻ്റെ നന്മയ്ക്ക് മുൻപിൽ നമുക്ക് നന്ദിയോടുകൂടെ നിൽക്കുകയും ജീവിതം അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ കുറവുകളും പാപങ്ങളും ക്ഷമിക്കണമേ എന്നുള്ള തമ്പുരാനോട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. എന്നും ജോസേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ശിഷ്ട ജീവിതകാലം ധന്യമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒരിക്കൽ കൂടി ജോസേട്ടൻ്റെ വേർപാട് വേദന എല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ജോസേട്ടനെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കരുണയുടെ കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപതനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാന പ്രതിദാസനെ ആശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോട് അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയുമയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പൗരാന്തകീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ
സുതരാണവരം നോക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്ന ദയാതി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തിരുനാമം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്ന നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന്റെ യാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ വായിച്ച് കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ പ്രതിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. മതത്തിന്റെ നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. കർത്താവിന്റെ ആകാശത്തിലും ഭൂമിയിൽ സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. മഹത്വപൂർണ്ണമായ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകം ആരംഭിച്ചു തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണം. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും എന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകും എപ്പോഴും എന്നേക്കും. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
സഹിച്ചു. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു. എൻ കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ. പ്രിയരേ, പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. ഈ ഒരു കുടുംബത്തിന് തീർച്ചയായും അവസാനത്തോടുകൂടിയായിരുന്നു നമ്മുടെ സങ്കടകരമായ അവസ്ഥയാണെങ്കിൽ പോലും തീർച്ചയായും ജോസേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിന് സഭയോട് വിശ്വാസ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാതൃകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്ത ഈ ഇപ്പം നമ്മൾ ജോസേട്ടനൊപ്പമായിരിക്കുമ്പോൾ ജോസേട്ടൻ പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ വേദനയിലൂടെ അവസാന കാലഘട്ടത്തിൽ കടന്നുപോയിരിക്കുമ്പോൾ കഷ്ടപ്പെട്ട് ജീവിക്കുകയും മരണസമയത്ത് ഒരുങ്ങി തയ്യാറായി മരണത്തിൽ അഭയം പ്രാപിക്കാനായിട്ട് ജോസേട്ടൻ സാധിച്ചു എന്നത് തീർച്ചയായും നമുക്ക് ആത്മവിശ്വാസം തരുമെങ്കിലും ജോസേട്ടൻ്റെ ഹൃദയമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാം ശുശ്രൂഷയ്ക്കായിട്ട് ഹൃദയമായിട്ട് ഏൽപ്പിക്കുകയും ഏറ്റവും നല്ല ശുശ്രൂഷ നടത്തുവാനായിട്ട് ഈ കുടുംബത്തിന് വലിയ രീതിയിൽ കാരണമായിട്ട് ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വാൽപ്പളക്കി കുടുംബം സഭയ്ക്കും സമൂഹത്തിനൊക്കെ നൽകുന്ന എല്ലാ തരത്തിലും സാമ്പത്തികമായും അല്ലാതെയും നൽകുന്ന എല്ലാ സേവനങ്ങളെയും ഓർക്കുകയും ഈ ഒരു കുടുംബത്തോടുള്ള നമ്മുടെ എല്ലാ കടപ്പാടും സ്നേഹവും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇവിടെ മുൻകൈകാര്യമായിരുന്ന എല്ലാ അച്ഛന്മാരും അനുശോധന പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവർക്കിടയിൽ എല്ലാം സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കന്യക കർത്താവി കരുതനെ വിളിക്കുകയും സംഘടിപ്പിക്കുന്ന ആസ്വദിക്കുകയും ചെയ്യുന്നതിന്റെ വാഗ്ദാനം പ്രതീക്ഷിക്കാൻ ദാസിനെ ആസ്വദിപ്പിക്കണമേ. ജീവന്റെയും മണ്ഡത്തിനെയും ദാസിനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായി സർവീശ്വരാകർത്താവിനെയും പ്രകീർത്തിക്കും മഹിമയുടെ വിധി നാളും കർത്താവെ നീ അണയുമ്പോൾ കരുണയണഞ്ഞ നിരുത്തണമേ നല്ല വരുത്ത് വലം ഭാഗേ. ആശ്രയിച്ചു കർത്താവേ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ദാനം രക്ഷയും നൽകുന്നു. നിന്റേതാകുന്നു ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവ്. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാധകർങ്ങൾ പാടും മൃതരാങ്ങളുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി സുതരാമരം നോക്കണമേ. വരാനിലേക്കും കർത്താവേ നിൻ ശോണിതം ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ട
നല്ലവരാം നിസ്തുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പട്ടി മുളയ്ക്കുന്നു. താവളനാദം കേൾക്കുമ്പോൾ മൃഗയിൽ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ ദുർഹായി ഹൃദനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നയിക്കുവാമേൻ തെളിവായ എന്നുടെ നാഥാനി തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കണം. സമാധാനം. കർത്താവിന്റെ കണ്ണ് ഞങ്ങൾ അനുഗ്രഹിക്കുകയാൾക്ക് നിങ്ങളുടെ പാപങ്ങൾ മായ്ക്കുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ചരിത്രത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, ആകാശത്തിലും ഭൂമിയിലും സുചരകനാവുന്ന ജീവന്റെ കാരണവും ആത്മാവിന് പ്രത്യാശയും നീയാവുന്നു. ജീവന്റെ മരണത്തിനെയും നാഥനും പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മൃതരെല്ലാരും പിന്നിലിറങ്ങും വദനമുരുണരാം വരമരുളേണം. മൃതരെല്ലാരും പിന്നിലിറങ്ങും വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയും പിങ്കരമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലമോദം സുഖരാമൃതരെ മഹിമാവൊഴുതും മണവരയിങ്കലിൽ ചേർക്കണമീശോ. എല്ലാരും മിന്നിലിറങ്ങും വരമരുളേണം. ആർക്കും നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ കേൾപ്പിക്കുന്നവരെ ആകാശത്തിന് ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവിതായവുമായ സ്ഥലത്താലാസിനെ ഉയർത്തിച്ച കർത്താവെ, ആ സ്ഥലത്ത് മകനീയമായ ജീവിതയുടെ ദിവസത്തിൽ നാടുജാത്തിനെ വിളിക്കുന്നതിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നതിന് കരുണ നിറഞ്ഞവന് നീതിമാനുമായ ഇത് കർത്താവെ, ജീവന്റെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ. കർത്താവെ, മരിച്ചവരെ കാരണവരെ ജീവിക്കുന്നവരെ അറിയാവുന്ന പരിപാലിക്കണമേ. പ്രധാന പ്രതീക്ഷിച്ചും മരണവരെ മഹിമയോടെ ഉയർത്തിക്കണമേ. ജീവന്റെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അഭേദ്യമായ കൽപ്പന അനുസരിച്ചും മരണം വഴി ലോകത്തിന് വേർപിരിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശാസ്ത്രീയ ആത്മാവിനെ വിശുദ്ധരെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മനവരയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ മഹത്വനാമത്തെ യാതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കെട്ടിട്ടില്ലാത്തതും മനുഷ്യരെയും ആസ്വദിച്ചിട്ടില്ലാത്തതുമായി നിത്യാനന്ദത്തിലേക്ക് ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധ പാട്ടുകളെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കലകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാഗ്ദാന പ്രതീക്ഷയാ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവെ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവെ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തനമേ, നല്ലവരൊത്തു വരമ്പാകേ. ആരാധിച്ചു വണങ്ങുന്നു. ഞങ്ങൾക്കും സ്ഥാനം രക്ഷയുമേരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സം. പാടും പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. സന്തോഷത്തിൽ വരാനന്ദിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതനെ നിത്യവരും നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ ഗോഹായി മൃതനാവിന്നിൽ കനിയണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കില്ലേ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുന്നതാകട്ടെ. മഹനീയമായ നിന്റെ ദൃഷ്ടത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുന്നതാകട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആകാശത്തിലും ഭൂമിയിലും ചിത്രഹനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ മൃതരെല്ലാരും നിന്നെ വിളങ്ങും വദനമുണരാൻ പരമരുടേണം. എല്ലാരും വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും നിന്നെ വിളങ്ങും സന്ധ്യവിരാത്രോരവികരമോദം നുകരവൻ മുതലേ മഹിമാവുഴകും മണവരയിങ്കൽ ചേർക്കണമീശോ. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ, ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ, ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ. പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ, ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ. പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ, പ്രിയമോടെന്നെ ഓർത്തിടണമേ, പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ.
നിന്ന് മനസ്സിരിയാത്തൊരു നേരത്ത് നമ്മളെ വിട്ട് പിരിഞ്ഞ് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാനുഷികമായ നിലയിൽ നമ്മൾ ഒത്തിരിയേറെ വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ജോസ് ചേട്ടനെ യാത്രയാക്കാൻ വേണ്ടി ഇവിടെ ആയിരിക്കുക. ജോസ് ചേട്ടൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കി ഒരു വലിയ സന്ദേശം നമുക്ക് തരികയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും നിരാശകളിലുമൊക്കെ തമ്പുരാനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ജോസിയേട്ടൻ കടന്നു പോവുക. എല്ലാ മരണങ്ങളും ഇപ്രകാരമാണ്. എല്ലാ മരണത്തിലും നമുക്കറിയാം കൈകളിൽ കുരിശ് വഹിച്ചുകൊണ്ടാണ് അവസാനം നമ്മൾ നമ്മുടെ അവസാന യാത്രയ്ക്കായിട്ട് പോകുന്നത്. കുരിശ് വഹിക്കുന്ന ജീവിതം, അതായത് കുരിശ് വഹിക്കുന്ന ജീവിതങ്ങൾ സ്വന്തമാക്കേണ്ടത് ക്രൂശിതനെയാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ മരണവും. അത്തരത്തിൽ പ്രിയപ്പെട്ട ജോസിയേട്ടൻ പുതിയ ഉടുപ്പും പുഷ്പമുടിയുമൊക്കെ ചാർത്തപ്പെട്ട് തൻ്റെ പ്രിയ പിതാവ് തനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ അതാണല്ലോ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അത്തരത്തിൽ ഈ വാളിപ്ലാക്കൽ കുടുംബത്തെ ദൈവം സന്ദർശിച്ച ദിവസമാണ് കടന്നുപോയത്. നീണ്ട 71 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, തമ്പുരാന്റെ വിശ്വസ്തനായ ദാസനായിരിക്കുവാൻ, ഈ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ട നാഥനാകുവാൻ, ഇവിടുത്തെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഏറ്റവും വിശ്വസ്തനായ ജീവിത പങ്കാളിയാകുവാൻ, അതോടൊപ്പം ഈ പ്രിയപ്പെട്ട 5 മക്കൾക്ക് ഏറ്റവും മാതൃകയായ പ്രിയപ്പെട്ട അപ്പച്ചനായി മാറുവാൻ ദൈവം ഈ ജോസിയേട്ടനെ അനുവദിച്ചു. ഈ അവസരത്തിൽ ജോസിയേട്ടൻ്റെ ജീവിതത്തെ പ്രതി തമ്പുരാന് നന്ദി പറയുകയാണ്. നമുക്കറിയാം മാനസികമായിട്ട് നമുക്ക് വേദനയും വിഷമവും ഒക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി ദൈവത്തിൻ്റെ ഹിതമാണ്, തമ്പുരാന്റെ ഇഷ്ടമാണ് നിറവേറുക. തമ്പുരാന്റെ ഇഷ്ടത്തിന് നമുക്ക് ആമേൻ പറയാം. ദുഃഖത്തിന്റെ പാനപാത്രം കയ്യിൽ തരുമ്പോൾ, കർത്താവ് കയ്യിൽ തരുമ്പോഴും അത് നീട്ടി തമ്പുരാന് നന്ദി, അത് മേടിച്ച് തമ്പുരാന് നന്ദി പറയുന്ന ജീവിതമാണ് നമ്മുടേത്. അങ്ങനെയായി മാറണം നമ്മുടേത്. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ട ജോസിയേട്ടന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ജോസിയേട്ടനെ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ച തമ്പുരാന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയരണം. പ്രത്യേകിച്ച് വളിപ്ലാക കുടുംബത്തിലെ 5 മക്കളിലൂടെ ദൈവത്തിൻ്റെ ഈ പ്രിയപ്പെട്ട ജോസിയേട്ടൻ്റെ നന്മകൾ ഈ ലോകം മുഴുവനും അറിയുവാനായിട്ട് ഇടയാകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ 5 മക്കളെയും ഈ പ്രിയപ്പെട്ട അപ്പച്ചൻ പഠിപ്പിച്ച നല്ല പാഠങ്ങൾ, നന്മയുടെ പാഠങ്ങൾ ജീവിതത്തിലുടനീളം ഇനി മറ്റുള്ളവർക്ക് ഈ ജോസിയേട്ടനെ ദർശിക്കുവാൻ ഈ മക്കളിലൂടെ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ട സിസ്റ്ററിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സിസ്റ്റർ എനിക്ക് ഒരു 4-5 വർഷങ്ങൾ മുമ്പ് ഉള്ള പരിചയമാണ്. തൃശ്ശൂർ ഒരു ഇടവകയിൽ സിസ്റ്റർ ഉണ്ടായിരുന്നപ്പോൾ ഞാനവിടെ സഹായിക്കാൻ ചെന്നിരുന്നതാണ്. അപ്പോൾ സിസ്റ്ററിനെ ഈ അവസരത്തെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയെ ഓർക്കുന്നു. നമുക്കറിയാം മാനുഷികമായിട്ട് നമ്മളെല്ലാം കുറവുകളും ബലഹീനതകളും ഉള്ളവരാണ്. അറിഞ്ഞോ അറിയാതെയോ ജോസിയേട്ടൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് ഈ ആത്മാവിന് വേണ്ടി മാപ്പ് ചോദിക്കാം. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം സ്വർഗത്തിൽ ഒരാളെ കൂടി നമുക്കായി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. പൗലോസ്ലിഹ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്നവരും കർത്താവിന്റെ 2ാമത്തെ പ്രത്യാഗമനത്തിൽ ജീവിച്ചിരിക്കുന്നവരെക്കാളും മുൻപിലായിരിക്കും മരിച്ചവർ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി സ്വർഗത്തിൽ ദൈവം ഒരാളെ കൂടി ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ജോസിയേട്ടനോട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾ തമ്പുരാന്റെ പക്കൽ സമർപ്പിക്കാൻ വേണ്ടി ജോസിയേട്ടനോട് പ്രത്യേകമായിട്ട് നമുക്ക് ജോസിയേട്ടനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ഇടവകയുടെ പേരിലുള്ള എല്ലാവിധ അനുശോചനങ്ങളും പ്രാർത്ഥനകളും നമ്മളെ വാളിപ്ലാക്കൽ കുടുംബത്തെയും പ്രിയപ്പെട്ട അമ്മച്ചിയെയും ബഹുമാനപ്പെട്ട സിസ്റ്ററിനെയും മറ്റു മക്കളെയും മരുമക്കളെയും ജോസിയേട്ടൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒക്കെ അറിയിക്കുന്നു. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പാണ്ഡ്യമാക്കൽ അച്ഛൻ ഇവിടെയുണ്ട്. അച്ഛൻ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രൂപതയിലെ കുന്നോത്ത് ഫൊറോനയിലെ ഫൊറോന വികാരി അച്ഛനാണ്. ജോസിയേട്ടൻ്റെ
ഒരു പെങ്ങളെയാണ് അച്ഛൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അച്ഛനെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളെ സംബന്ധിക്കാം. ഒരിക്കൽ കൂടി അനുശോചനങ്ങളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കുന്ന പാവമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിധിയെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുള്ളവനായ ദൈവമേ, അങ്ങയുടെ ബഹുമാൻ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടന്നും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിങ്ങൾ ആരാധിക്കുന്നതിന് കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന് നിങ്ങളുമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വൈദ്യ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കം. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം എന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൊണ്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതിയും. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മനോവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്ത കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. സൃഷ്ടിച്ചവരാം ദൈവത്തിൽ ആശ്രയമതിലമടയ്ക്കുന്നു. ഭക്തിന് ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. വാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും. മർത്യന പുനരുന്നു ക്ഷയമുള്ള രക്ഷകനാകും. മർത്യദേവം സകലേശം
പൂരണമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ലവരൊത്തു വരമ്പാവേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരന്റെ എന്റെ സഹോദരന്റെ മനുഷ്യരെ കുറിച്ച് പ്രത്യാശിരാതിനെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മനുഷ്യരെ അവനോട് കൂടി ഉറപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാനവിക ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. ഈശോയിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെതിരെ അവനോട് കൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി അയക്കുകയും ചെയ്യും. ആദ്യ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ 29 വരെയും തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകാൻ അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിൽ ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കാർക്കും എല്ലാവർക്കും ഭക്തിയുടെ കൂടി നിന്ന് കർത്താവിന്റെ ആത്മാവിനോട് കരുണ വന്നണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയെ ഞങ്ങളെ രക്ഷിക്കുകയും ശ്രമിക്കായി എന്നെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദ മുഖത്തിൽ സുരക്ഷിതമായിരിക്കുവാൻ എന്റെ പരിശുദ്ധത്തിൽ മനം നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്താൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തിരിച്ച് ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനമായി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണം പ്രദാനം ചെയ്ത മിശിഹായി വിധി ദിവസത്തിന്റെ മാറ്റത്തിന്റെ പ്രകാരം ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് വായിച്ചാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസ്റ്ററിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീര് ചിന്തിച്ചായി കരയുന്നവരുടെ കണ്ണുനീർ തുറക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്ന നാം മിശിഹായി നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ വിശ്വസിക്കുന്നു. ഈ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആത്മീയങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാമി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറി നിളകും കടൽ പോലെ. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമരട്ടുന്നു. കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധത്തിൽ ഞാൻ ചവട്ടം പൂർത്തിയാക്കിയ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപന കർത്താവ് ഈ ദിവസം നീതിയുടെ മുഖേന മാറാട്ടെ. വിശ്വസ്തരായി ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. സ്വർഗത്തിൽ ഒരു വീടു പണിതെന്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു ഓർക്കുന്നു ഞാൻ പ്രിയരേ, നിങ്ങൾ ചെയ്തതിനൊക്കെയും നന്ദിയേകുന്നു ഞാൻ. സ്നേഹത്തിനോർമ്മകൾ അലിവുള്ള നന്മകൾ ഓർക്കുന്നു ഞാൻ പ്രിയരേ. പകരമായേകുവാൻ ശൂന്യമാമെൻ കരം പ്രതിഫലമേകട്ടെ നാഥനെന്നും. അനുഗ്രഹമേകട്ടെ ദൈവമെന്നും. ഞാൻ എൻ്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു.
വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. നീർക്കുമിളകൾ പോലെ എന്നും മർത്യന്റെ ആശകൾ ഈ ലോക ജീവിതത്തിൽ പരലോകയാത്ര ഇതിൽ ജീവിതാന്ത്യത്തിലൻ സുകൃതങ്ങൾ കൂടെയുണ്ട്. പിതൃഭവനത്തിൽ ഞാൻ ചെന്നു ചേരുമ്പോൾ പരമാനന്ദം നുകർന്നിടും ഞാൻ. നാഥന്റെ പൊന്മുഖം കാണും ഞാൻ എൻ്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു സ്വർഗത്തിലൊരു വീടു പണിതെന്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു ഞാൻ എൻ്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു പറന്നു പോകുന്നു. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോമൃതനാമഖിലക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. അവൻ ശബ്ദമുയർത്തപ്പോൾ ഭൂമി കുലങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടലെഴുന്നേൽക്കും. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാട് കൈവരുമാനന്ദം. നീതിമാന്മാർക്കന്തകാലത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തെ നാഥനെഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവനവർക്കേകും. സുതനും റോഹായും കീർത്തനമെന്നും ഞങ്ങളടയ്ക്കുന്നു. പ്രാർത്ഥിക്കാൻ
വിശ്വാസമുള്ള സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങൾ ദൈവത്തെ പ്രസാദം ചെയ്യാതെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യരെ ഉയർപ്പിക്കുന്നവർക്ക് സർവഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ നിന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശുകാവരോടും തന്നെ വലത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സന്ദർശിക്കുകയും കാര്യങ്ങളെ സന്തോഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിതകൾക്ക് പരിചരിക്കണമേ. എന്തുകൊണ്ടാണ് ആകാശത്തിന് ഭൂമിയുടെ രാജാവാകുന്നു ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവിന്റെ പൈതൃകമായ വിധാനങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളെ മരണവിധേയരാകുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിന്റെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവത്തിന്റെ പ്രവലമേ അതിനോട് യാത്ര പറയുന്നു. മാമോദീസാവിനെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയുടെ ആത്മാവിനെ ഘോഷിപ്പിക്കുകയും മറ്റു മുദാശകളാലെ ആത്മാവിൽ പ്രഭാകരം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് വന്നു പോകുന്നെങ്കിലും എന്റെ സ്നേഹമെന്ന് നിങ്ങളോട് ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം നിർമ്മിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയനാവുകയും മരണശേഷം പ്രത്യക്ഷരാകുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനെയും നൈരാശ്യമുടെ വിലപിക്കതേ. നമ്മൾ സൃഷ്ടിയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നീങ്ങുകയാണ്. നമുക്ക് ശാന്തമായി പ്രാർത്ഥനാപൂർവ്വം സൃഷ്ടിയിലേക്ക് നീങ്ങാം. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി കിട്ടിയെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
സ്നേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി. നിന്റെ ദാസന്റെ ആത്മാവിലും ആത്മാടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ, മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മതം മരണവിധേയനാക്കുകയും ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കവിത മനോഹരമാകുന്നു. വിശുദ്ധ മാമുദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് ദൈവത്തെ രണ്ടാമത്തെ യാഗം വരെ നൽകേണ്ട ഈ കബരുടെ നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കൊണ്ട് നീ എന്നെ തടയ്ക്കുക, അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷാപുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം എന്നേക്കുവാമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളത്വം പോലെ തന്നെ പ്രസാരിപ്പിക്കട്ടെ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്തോടുകൂടെ അവസാന ദിവസത്തിന്റെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നതനായ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എല്ലാവർക്കും അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. ഇതിന് പ്രത്യേക കാലഘട്ടത്തിൽ അധികാര നിർദ്ദേശം അനുസരിച്ച് ദൂരക്രമം പാലിച്ചുകൊണ്ട് അന്തിമോപചാരം അർപ്പിച്ച് പോകുവാനായിട്ട് നിങ്ങൾ സന്മനസ് കാണിച്ച് നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹീതരായി മാറാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അകലം പാലിച്ച് അന്തിമോപചാരം അർപ്പിച്ച് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കടന്നു പോകാം ഈ നിമിഷം.
എന്റെ കർത്താവ് ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവ്. പാപങ്ങൾ മായ്ക്കണമേ അവന്റെ സംഭവത്തിൽ പ്രാർത്ഥിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുരരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പുത്രൻ റൂഹായേന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോജലമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. വിശുദ്ധീകരിച്ച് കർത്താവിന്റെ അനുഗ്രഹത്താൽ മറ്റവരെ വിശുദ്ധീകരിക്കണമേ. മാതാവിന്റെ വിസർജനത്തെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മതത്തിന്റെയും നാഥനും പിതാവും മുഖവും പരിശുദ്ധാത്മാവുമായി പരിശുദ്ധാത്മാവുമായ ജീവിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ സ്വരാജ്യം അങ്ങോട്ടെത്തിക്കാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വേർപെട്ടുപോയ മിശിഹായുടെ മൗലിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ നമസ്കാരം സഹകരിച്ചയാളെ ബഹുമാനിതാക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ.
നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ.